അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 27-ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് പാരായണം ചെയ്യുന്നത്. ശൗനകാദി ഋഷീശ്വരന്മാരുടെ മുമ്പിൽ എത്തുന്ന സൂത പൗരാണികൻ്റെ അടുത്ത് ശൗനകൻ്റെ ചോദ്യങ്ങളാണ് അല്ലെങ്കിൽ അഭ്യർത്ഥനയാണ് നമ്മൾ ഇന്ന് കാണുന്ന 14 ശ്ലോകങ്ങൾ. ശൗനക ഉവാച കാനി താനി പുരാണാനി ബ്രൂഹി സൂത സവിസ്തരം കതി സംഖ്യാനി സർവജ്ഞ ശ്രോതുകാമാ വയം ദ്വിഹ. കലികാല വിഭീതാസ്മോ നൈമിഷാരണ്യവാസിന ബ്രഹ്മണാത്ര സമാദിഷ്ടാശ്ചക്രം ദത്വാ മനോമയം. കഥിതം തേന ന സർവാൻ ഗച്ഛന്ദ്വേതസ്യ പൃഷ്ഠത നേമി സംശീര്യത്തെ യത്ര സദേശഃ പാവനസ്മൃത. കലേസ്തത്ര പ്രവേശോ ന കദാചിൽ സംഭവിഷ്യതി താവത് തിഷ്ഠന്തു തത്രൈവ യാവൽ സത്യയുഗം പുനഃ. തച്ഛ്രുത്വാ വചനം തസ്യാ ഗൃഹീത്വാ തത്കഥാനകം ചാലയൻ നിർഗതസ്തൂർണം സർവദേശദിദൃക്ഷയാ. പ്രേത്യാത്ര ചാലയംശ്ചക്രം നേമി ശീർണോത്ര പശ്യത. തേനേദം നൈമിഷം പ്രോക്തം ക്ഷേത്രം പരമപാവനം. കലിപ്രവേശോ നൈവാത്ര തസ്മാൽ സ്ഥാനം കൃതം മയാ മുനിഭിഃ സിദ്ധസംഘൈശ്ച കലിഭീതൈർമഹാത്മഭിः. പശുഹീനാ കൃതാ യജ്ഞാ പുരോഡാശാദിഭിः കില കാലാതിവാഹനം കാര്യം യാവൽ സത്യയുഗാഗമാ. ഭാഗ്യയോഗേന സംപ്രാപ്ത സൂത ത്വം ചാത്ര സർവധാ. കഥയാദ്യ പുരാണം ഹി പാവനം ബ്രഹ്മസംഹിതം.
സൂത ശുശ്രൂഷവഃ സർവേ വക്താത്വം മതിമാനധ നിർവ്യാപാരാ വയം നൂനം ഏകചിത്താസ്തഥൈവ ച ത്വം സൂത ഭവ ദീർഘായുസ്താപത്രയ വിവർജിത കഥയാദ്യ പുരാണം ഹി പുണ്യം ഭാഗവതം ശിവം യത്ര ധർമാർത്ഥകാമാനാം വർണ്ണനം വിധിപൂർവകം വിദ്യാം പ്രാപ്യ തയാ മോക്ഷ കഥിതോ മുനിനാ കില ദ്വൈപായനേന മുനിനാ കഥിതം യച്ച പാവനം ന തൃപ്യാമോ വയം സൂത കഥാം ശ്രുത്വാ മനോരമാം സകലഗുണഗണാനാമേകപാത്രം പവിത്രം അഖിലഭുവനമാതുർനാട്യവദ്യദ്വിചിത്രം നിഖിലമലഗണാനാം നാശകൃൽക്കാമകന്ദം പ്രകടയ ഭഗവത്യാ നാമയുക്തം പുരാണം. ശ്രീജഗദംബികായൈ നമഃ. ഇത് ശ്രീദേവി ഭാഗവതേ പ്രഥമസ്കന്ധേ ദ്വിതീയോऽധ്യായ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധത്തിൽ രണ്ടാമത്തെ അധ്യായത്തിൽ 27 മുതൽ 40 കൂടിയുള്ള 14 ശ്ലോകങ്ങളുടെ തർജ്ജമയാണ്, ഭാഷാഗാനമാണ് നതോന്നതാവൃത്തത്തിൽ വഞ്ചിപ്പാട്ടിൻ്റെ ഇനത്തിൽ പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നത്. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ഏതെല്ലാമാണ് ആ പുരാണങ്ങളെന്നതും എത്രയുണ്ടയവയെന്നും പറഞ്ഞിടണേ. എത്രയും സർവജ്ഞനായ അങ്ങതിനെ വിസ്തരിക്കൂ. എത്രയും ആഗ്രഹത്തോടെ ഞങ്ങളിരിപ്പൂ. കലികാലം ലോകമാകെ ഭീതിയെ ജനിപ്പിക്കുന്നു. കലിബാധയാകാതി കർമ്മത്തെ ബാധിക്കും. കണ്ടറിഞ്ഞു മുനിമാരോ ബ്രഹ്മാവിൽ ശരണം തേടി. കമലജൻ ഞങ്ങളോടായി ഏവം പറഞ്ഞു. ഇവിടെയെത്തിയ മുനിമാരെ നിങ്ങൾ കേട്ടിടുക. ഇതാ ഒരു ചക്രത്തെ ഞാൻ നൽകിടാമിപ്പോ. ഈ ചക്രത്തിൻ പിന്നാലെയായി നിങ്ങളെല്ലാം പോയിടുക. ഇതു തകരുന്ന ഇടം പരിപാവനം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. കലിയുഗമാണെങ്കിലും ചക്രം തകരുന്ന ഇടം കലിബാധയേറ്റിടാത്ത സ്ഥലമാണല്ലോ. കലിബാധയേറ്റിടാതെ യാഗാദി കർമ്മങ്ങൾ ചെയ്യൂ. കലിയുഗം കഴിഞ്ഞിടും സമയം വരെ. നാൻമുഖൻ ഈ വിധമാം, നാൻമുഖൻ്റെ ഈ വിധമാം വാക്കുകളെ കേട്ട ഞങ്ങൾ നാനാവിധ ദേശങ്ങളെ കാണാൻ മോഹിച്ചും. മനോമയമായിട്ടുള്ള ചക്രവും മുരുട്ടിക്കൊണ്ട് മെല്ലെ മെല്ലെ ഞങ്ങളും പുറപ്പെട്ടുവല്ലോ.
അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ചക്രത്തിനു പിന്നിലായി ഇവിടെ എത്തിയ നേരം ചക്രം തകർന്നിവിടമോ നൈമിഷമായി. നേമി തകർന്ന സ്ഥലം കലിമാലിന്യമില്ലാതെയായി നൈമിഷക്ഷേത്രവുമായി പരിപാവനം. കലിക്കു പ്രവേശനമില്ലാത്തതിനാൽ ഈ പ്രദേശം കരുതി ഞാൻ എൻ്റെ വാസസ്ഥാനം ഇതു താൻ. കലിയെ ഭയപ്പെട്ടതാം മുനിമാരും സിദ്ധന്മാരും കണ്ടെത്തി ഇവിടം എൻ്റെ കൂടെയും കൂടി. പശുക്കളില്ലാതെയാണു ഇപ്പോഴത്തെ യജ്ഞമെല്ലാം പുരോടാശാദികൾ കൊണ്ടു നിർവഹിക്കുന്നു. കാലത്തിനനുസരിച്ചു കോലവും മാറാതെ വയ്യ, കലിമാറി സത്യയുഗമാകുന്നവരെ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. എല്ലാ പ്രകാരത്തിലും ഞങ്ങൾക്കു ഭാഗ്യമുള്ളതിനാൽ എത്തിയല്ലോ സൂതാ ഭവാൻ നൈമിഷം തന്നിൽ. എത്രയും പാവനമായ വേദതുല്യമായിട്ടുള്ള ഏകാക്ഷരി ദേവി തൻ്റെ പുരാണം പാടൂ. വളരെ ആഗ്രഹത്തോടെ കഥ കേൾക്കാൻ ഞങ്ങളുണ്ട്. വക്താവായ അങ്ങോ അതിബുദ്ധിമാൻ താനും. വേറെയൊരു ചിന്ത ഞങ്ങൾക്കില്ല നിശ്ചയമായിട്ടും വേണ്ടവണ്ണം ഏകാഗ്രചിത്തരുമാണല്ലോ. അല്ലയോ സൂതാ ഭവാനും ദീർഘായുസോടിരിക്കട്ടെ. അങ്ങയിൽ താപത്രയങ്ങൾ ഒഴിഞ്ഞിടട്ടെ. അത്യന്തം മംഗളകരം അതുപോലെ പുണ്യമാർന്ന ആ ഭാഗവത പുരാണം പറഞ്ഞിടണേ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. എവിടെയാണോ ധർമാർത്ഥ കാമങ്ങളെ വർണ്ണിക്കുന്നു, എവിടെ വിധിപ്രകാരം വിദ്യ നേടിയാലെത്തിയിടും മോക്ഷത്തിലേക്കു എന്നു വ്യാസൻ പറയുന്നു. ഏകിടുക ആ പുരാണം ഞങ്ങൾക്കായിപ്പോൾ. മനസ്സിനെ രമിപ്പിക്കും പരിപാവനമായുള്ള മുനിയാകും ദ്വൈപായനൻ പറഞ്ഞ കഥ. മനസ്സിനു പോരാ പോരാ എന്നു തോന്നിയിടുന്നുവല്ലോ. മതിയായില്ലല്ലോ ഞങ്ങൾക്കിപ്പോഴും സൂതാ. സർവഗുണത്തിനും ഇരിപ്പിടമായി പവിത്രമായി സർവജഗത്തിനും അമ്മയുമായിട്ടുള്ള സകല പാപനാശിനി ആഗ്രഹത്തിനാദിമൂലം സർവേശ്വരി തൻ പുരാണം വ്യക്തമാക്കണേ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം.
കാളി ശരണം ഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. ദേവീ നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവീ ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവീ വാഴുകയെൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവീ നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. അമ്മയെ അറിയാൻ എന്ന ദേവീ ഭാഗവത ജ്ഞാനയജ്ഞ ഉപാസന നാം ആരംഭിച്ചിട്ട് ഇന്ന് 30 ദിവസങ്ങൾ പൂർത്തിയാവുകയാണ്. ഇടവമാസത്തിലെ 1-ാം തീയതിയാണ് നമ്മൾ ഇതിൻ്റെ പ്രാരംഭം കുറിച്ചത്. ഇന്ന് ദേവീ ഭാഗവതം പ്രഥമസ്കന്ധത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 27-ാമത്തെ ശ്ലോകം മുതൽ 40 കൂടിയുള്ള 14 ശ്ലോകങ്ങളാണ് നമ്മൾ പാരായണം ചെയ്തതും ഭാഷാഗാനമായി പാടിയതും ഇപ്പതാ പ്രഭാഷണ രൂപത്തിൽ അനുസ്മരിക്കുന്നതും. ശൗനകൻ്റെ വാക്കുകളാണ്, സൂത പൗരാണികനോടുള്ള അഭ്യർത്ഥനയാണ് ഈ 14 ശ്ലോകങ്ങളിലും. ദേവീ ഭാഗവതം കേൾക്കാനുള്ള താല്പര്യം അറിയിക്കുന്നു. നൈമിഷാരണ്യം എന്ന അതിപാവനമായിരിക്കുന്ന സ്ഥലത്ത് വെച്ച് എന്തുകൊണ്ടാണ് അതിന് നൈമിഷാരണ്യം എന്ന് പേര് വന്നത് എന്നൊക്കെയാണ് ആദ്യം അവിടെ സൂചിപ്പിക്കുന്നത്. ശൗനകൻ പറയുകയാണ്, കാനിതാനി പുരാണാനി ബ്രൂഹി സൂത സവിസ്തരം കതി സംഖ്യാനി സർവജ്ഞ ശ്രോതുകാമാവയന്തിഹ. ഇവിടെ പുരാണങ്ങളെക്കുറിച്ചും പുരാണ ലക്ഷണങ്ങളെക്കുറിച്ചും പറഞ്ഞ് ഇതിഹാസമായ ഭാരതത്തെക്കുറിച്ചും അവിടെ ആ സൂത പൗരാണികൻ ശൗനകാദികളോട് പറഞ്ഞു. ഇതാണ് നമ്മൾ ഈ അധ്യായത്തിൻ്റെ ആദ്യത്തിൽ കേട്ടത് 26 ശ്ലോകങ്ങളിലൂടെ. അപ്പോൾ ചോദിക്കുകയാണ്, ഏതൊക്കെയാണ് ആ പുരാണങ്ങൾ, അവ എത്രയുണ്ട്? കാനിതാനി പുരാണാനി കതി സംഖ്യാനി, എത്രയാണത്? ബ്രൂഹി സൂത സവിസ്തരം, വളരെ വിസ്തരിച്ച് സൂത എല്ലാം അറിയുന്ന സർവജ്ഞനായിരിക്കുന്ന അങ്ങ് പറഞ്ഞു തരണേ, ഞങ്ങളത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ശ്രോതുകാമാ വയന്തിഹ. അപ്പോൾ അവിടെ ശൗനകൻ അതിനുശേഷം ഈ തങ്ങളിരിക്കുന്ന പ്രദേശത്തിൻ്റെ മാഹാത്മ്യത്തെ വർണ്ണിക്കുകയാണ്. കലികാല വിഭീതാസ്മോ നൈമിഷാരണ്യവാസിനഃ ബ്രഹ്മണാത്ര സമാധിഷ്ടാശ്ചക്രം ദത്വാ മനോമയം. ഇവിടെ കലികാലം വളരെ ഭീതി ഉണ്ടാക്കുന്നതാണ് സാമാന്യ നിലയ്ക്ക്. ഋഷീശ്വരന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ യാഗാദി കർമ്മങ്ങളൊക്കെ മുടങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർക്ക് അതാണ് പേടി. ഈ സമയത്ത് അവർ ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു. അത് ശൗനകം പറയുകയാണ്, അങ്ങനെ ഭയപ്പെട്ട നൈമിഷാരണ്യത്തിലുള്ള ആളുകൾ കലികാല വിഭീതാസ്മോ നൈമിഷാരണ്യവാസിനഃ ബ്രഹ്മണാത്ര സമാധിഷ്ടാശ്ചക്രം ദത്വാ മനോമയം. ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചപ്പോൾ മനോമയമായിരിക്കുന്ന ഒരു ചക്രം ബ്രഹ്മാവ് ഞങ്ങൾക്ക് നൽകി. എന്നിട്ടോ കഥിതം തേന ന സർവാൻ ഗച്ഛന്ദ്വേതസ്യ പൃഷ്ഠത. ബ്രഹ്മാവ് പറഞ്ഞു, ഈ മനോമയമായ ചക്രത്തിൻ്റെ പുറകിൽ പൊക്കോളൂ. നേമി സംശീര്യതയെ എത്ര, എവിടെയാണോ ഈ ചക്രം ശീര്യതയെ നശിക്കുന്നത് അല്ലെങ്കിൽ തകരുന്നത്, എത്ര സദേശ പാവനഃ സ്മൃത, ആ ദേശം പരിപാവനമായിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കൂ. ഇപ്പം നേമി തകരുന്നിടം അവിടെ വളരെ പരിപാവനമായിട്ടുള്ളതാണ്. കലേസ്തത്ര പ്രവേശോന കദാചിൽ സംഭവിഷ്യതി, അവിടേക്ക് കലി ഒരിക്കൽ പോലും പ്രവേശിക്കില്ല. താവത്തിഷ്ഠന്തു തത്രൈവ യാവൽ സത്യയുഗം പുന,
അവിടെ ഇരുന്നു കൊണ്ട് യാഗാദി കർമ്മങ്ങളൊക്കെ അവിടെ ചെയ്തോളൂ, നൈമിഷാരണ്യത്തിൽ കലിബാധ ഉണ്ടാവില്ല. ഏതുവരെ? യാവൽ സത്യയുഗം സത്യയുഗത്തിലേക്ക്. ആദ്യത്തെ യുഗം കൃതയുഗം അല്ലെങ്കിൽ സത്യയുഗമാണ്. സത്യയുഗത്തിൽ എല്ലാവരും കൃതകൃത്യന്മാരായിരുന്നു. അതുകൊണ്ട് കലികാലത്തുള്ള കലിയുഗത്തിലുള്ള മാലിന്യങ്ങളൊന്നും സത്യയുഗത്തിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് സത്യയുഗം വരെ നിങ്ങൾ അവിടെ കഴിഞ്ഞോളൂ. തച്ഛ്രുത്വാ വചനം തസ്യ ഗൃഹീത്വാ തത്കഥാനകം ചാലയൻ നിർഗതസ്തൂർണം സർവദേശ ദിദൃക്ഷയ. ബ്രഹ്മാവ് പറഞ്ഞത് കേട്ടപ്പോൾ എല്ലാ ദേശങ്ങളും കാണാം, ഈ ചക്രത്തിൻ്റെ പുറകിൽ പോയാൽ എന്ന് കരുതി മനോമയമായ ആ ചക്രം ഉരുട്ടിക്കൊണ്ട് ഞങ്ങൾ യാത്ര ആരംഭിച്ചു. അങ്ങനെ പ്രേത്യാത്ര ചാലയം ചക്രം നേമി ശീർണോത്ര പശ്യത തേനേദം നൈമിഷം പ്രോക്തം ക്ഷേത്രം പരമപാവനം. ഇവിടെ എത്തിയപ്പോൾ, ഇപ്പം നമ്മളിരിക്കുന്ന ഈ പ്രദേശത്ത് എത്തിയപ്പോൾ ചക്രം അവിടെ വെച്ച് തകർന്നു വീണു. അങ്ങനെ ഈ സ്ഥലം പാവനമായ നൈമിഷക്ഷേത്രം ആയി മാറി എന്ന് വളരെ പ്രസിദ്ധമായി. നേമി ശീര്യത്തെ യത്ര, അതാണ് നൈമിഷം അല്ലെങ്കിൽ നൈമിഷം എന്ന് പറയുന്നത്. നൈമിഷാരണ്യം എന്നൊക്കെ പറയും. വടക്കൻ ഭാരതത്തിൽ ആ ഒരു സ്ഥലം നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോഴും. എന്നിട്ടോ കലിപ്രവേശോ നൈവാത്ര, ഇവിടെ കലിക്ക് പ്രവേശനമില്ല. തസ്മാൽ സ്ഥാനം കൃതം മയ, അതുകൊണ്ട് ഞാൻ എൻ്റെ താമസം ഇവിടേക്കാക്കി. മുനിഭി സിദ്ധസംഘേശ്ച, അപ്പം മുനികളും സിദ്ധന്മാരായിട്ടുള്ള ആളുകളുടെ സംഘവുമൊക്കെ കലിഭീതൈർ മഹാത്മഭി, കലിയെ പേടിച്ചുകൊണ്ടിരുന്ന അവരൊക്കെ എന്നോടൊപ്പം ചേർന്നു. അതുകൊണ്ടാണ് ഇപ്പം ഞങ്ങളെല്ലാവരും ഇവിടെ ഈ നൈമിഷക്ഷേത്രത്തിൽ ഇരിക്കുന്നത്. കലിയുഗം ആരംഭിച്ചപ്പോൾ പശുഹീനാകൃതായ യജ്ഞ, പശുക്കളില്ലാതെയാണ് ഇപ്പോൾ യജ്ഞങ്ങളൊക്കെ നടത്തുന്നത്. പുരോഡാശാദികൾ കൊണ്ട് കാര്യം നിർവഹിക്കുന്നു. പുരോഡാശം, അതിനുപയോഗിക്കുന്ന പ്രത്യേകമായിട്ടുള്ള ആ വസ്തു, അത് ഈ പശുക്കൾക്ക് പകരമായിട്ട് ഉപയോഗിക്കുന്നു എന്നാണ്. അത് മാത്രമേ ഉള്ളൂ. അങ്ങനെ കാലത്തിനൊത്ത് കാര്യങ്ങൾ നടത്തുക എന്നുള്ള രീതിയിൽ, കാലത്തിനനുസരിച്ച് കോലം മാറണം എന്നുള്ളത് പോലെ ഏതുവരെയാണ് ഇത് ആഗ്രഹിക്കുന്നത്? സത്യയുഗത്തിലേക്ക് എത്തുന്നത് വരെ. അങ്ങനെ ഞങ്ങളിവിടെ ഇരിക്കുമ്പോൾ ഭാഗ്യയോഗേന സംപ്രാപ്ത, ഞങ്ങളുടെ ഭാഗ്യം, ഞങ്ങളുടെ ആ സമയഗുണം കൊണ്ട് അങ്ങ് ഇവിടെ വന്നു. സൂതാത്വം ചാത്ര സർവധ, അതുകൊണ്ട് അങ്ങ് ഇവിടെ വന്നു. കഥയാദ്യ പുരാണം ഹി പാവനം ബ്രഹ്മസംഹിതം, അതുകൊണ്ട് വേദതുല്യമായിരിക്കുന്ന പരിപാവനമായിരിക്കുന്ന ആ പുരാണം ഞങ്ങൾക്ക് പറഞ്ഞു തരണേ. ഏത് പുരാണം? ദേവീ ഭാഗവത പുരാണം. സൂത ശുശ്രൂഷവ സർവേ വക്താത്വം മതിമാനധ നിർവ്യാപാര വയം നൂനം ഏകചിത്താസ്തഥൈവ ച. സൂത, ഞങ്ങളൊക്കെ കഥ കേൾക്കാൻ വളരെ ആഗ്രഹിക്കുന്നവരാണ്. വക്താത്വം മതിമാനധ, അങ്ങാണെങ്കിലോ അങ്ങ് ആ മതിമാനാണ് അല്ലെങ്കിൽ ബുദ്ധിമാനാണ്. ഞങ്ങൾക്ക് നിശ്ചയമായും വേറൊരു ചിന്തയുമില്ല. നിർവ്യാപാര വയം നൂനം, പിന്നെയോ ഏകചിത്താസ്തഥൈവച, അതേപോലെ ഏകമനസ്സോടുകൂടി ഏകാഗ്രചിത്തരായിട്ടാണ് ഞങ്ങളിരിക്കുന്നതും. ത്വം സൂതാ ഭവ ദീർഘായുസ്താപത്രയ വിവർജിത, അല്ലയോ സൂത, അങ്ങ് ദീർഘായുസ്സായിട്ടിരിക്കട്ടെ. ശൗനകാദി ഋഷീശ്വരന്മാര് ആശീർവദിക്കുകയാണ്. പിന്നെ താപത്രയങ്ങൾ അങ്ങേ ബാധിക്കാതിരിക്കട്ടെ. ആധ്യാത്മികം, ആധിഭൗതികം, ആധിദൈവികം എന്നിങ്ങനെയുള്ള 3 തരത്തിലുള്ള താപങ്ങളും ഇല്ലാതെയായിട്ട് തീരട്ടെ. മംഗളപ്രദമായ പുണ്യം ഭാഗവതം ശിവം, പുണ്യം നിറഞ്ഞതും ശിവരൂപവുമായിരിക്കുന്ന മംഗളസ്വരൂപവുമായിരിക്കുന്ന ആ പുരാണത്തെ ഇപ്പോൾ ഇന്ന് തന്നെ കഥയാദ്യ പുരാണം ഹി പുണ്യം ഭാഗവതം ശിവം, ഞങ്ങൾക്ക് ഇപ്പം തന്നെ പറഞ്ഞു തരണേ. എന്താണ് ആ പുരാണത്തിൻ്റെ പ്രത്യേകത? യത്ര ധർമാർത്ഥകാമാനാം വർണ്ണനം വിധിപൂർവകം വിദ്യാം പ്രാപ്യതയാ മോക്ഷ കഥിതാ മുനിനാ കില. എവിടെയാണോ എത്ര ധർമാർത്ഥകാമാനാം വർണ്ണനം, ധർമാർത്ഥകാമങ്ങളെ വർണ്ണിച്ചിട്ടുള്ളത്, വിധിപൂർവകം വിദ്യാം പ്രാപ്യ, എവിടെയാണോ വിധിപ്രകാരം വേണ്ടുവണ്ണമുള്ള വിദ്യ നേടിയിട്ട് അതുകൊണ്ട് തയാ മോക്ഷ, അതുകൊണ്ട് മോക്ഷം നേടാൻ സാധിക്കാം എന്ന് മുനികൾ
ആ മുനികളിൽ മുഖ്യനായിരിക്കുന്ന വേദവ്യാസൻ പറഞ്ഞിട്ടുള്ളത് കഥിതോ മുനിനാകില, ആ പുരാണത്തെ ഞങ്ങൾക്ക് പറഞ്ഞു തരണേ. ദ്വൈപായനേന മുനിനാ കഥിതം യച്ച പാവനം. ദ്വൈപായന മുനി വേദവ്യാസൻ പറഞ്ഞതും അതേപോലെ പരിപാവനവുമായിരിക്കുന്ന മനോരമാം, മനസ്സിനെ രമിപ്പിക്കുന്നതുമായിട്ടുള്ള ആ കഥ കേട്ടിട്ട് ന തൃപ്യാമോ വയം സൂത കഥാം ശ്രുത്വ, ഞങ്ങൾ അത് കേട്ടിട്ട് ഞങ്ങൾക്ക് മതി വരുന്നില്ല, ഞങ്ങൾക്ക് മതിയായി എന്ന് തോന്നുന്നില്ല, വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നുന്നു, എത്ര കേട്ടിട്ടും മതിയാവുന്നില്ല. വയം തുന വിതൃപ്യാമ ഉത്തമ ശ്ലോക വിക്രമേ യക്ഷൃണ്വതാം രസജ്ഞാനാം സ്വാദു സ്വാദു പദേ പദേ എന്ന് ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നത് പോലെ ദേവി ഭാഗവതത്തിൽ പറയുകയാണ് ന തൃപ്യാമോ വയം സൂത കഥാം ശ്രുത്വ മനോരമാം. എന്നിട്ടോ എന്താണ് ആ പുരാണത്തിൻ്റെ പ്രത്യേകത? സകല ഗുണഗണാനാമേകപാത്രം പവിത്രം. സകല ഗുണഗണങ്ങൾക്കും ഏകപാത്രം, ഇരിപ്പിടമായിരിക്കുന്ന, പവിത്രമായിരിക്കുന്ന, അഖിലഭുവനമാതുർ നാട്യവദ്വിചിത്രം, സമസ്ത ജഗത്തിൻ്റെയും മാതാവ് ജനനിയുടെ നാട്യം പോലെ വിചിത്രമായിരിക്കുന്ന നിഖിലമലഗണാനാം നാശകൽ കാമകന്ധം, സകല പാപസമൂഹത്തിൻ്റെയും നാശകാരണവും കാമകന്ധം, ആഗ്രഹങ്ങളുടെ ഒക്കെ ആദിമൂലവുമായിരിക്കുന്ന ഭഗവത്യാ നാമയുക്തം പുരാണം പ്രകടയ. ഭഗവതിയുടെ പേരോടുകൂടിയ അല്ലെങ്കിൽ ഭഗവതിയെ സംബന്ധിച്ച ആ പുരാണം അത് പ്രകടിപ്പിക്കൂ, വളരെ വ്യക്തമായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരണേ എന്ന് പ്രാർത്ഥിക്കുന്ന 40-ാമത്തെ ശ്ലോകത്തോടു കൂടിയാണ് ഇന്ന് 30-ാമത്തെ ദിവസത്തെ ഈ അമ്മയെ അറിയാൻ എന്ന ജ്ഞാനയജ്ഞം, ഈ അക്ഷരപൂജ അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ തന്നെ നാം സമർപ്പിക്കുന്നത്. എല്ലാവർക്കും ജഗദംബികയുടെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു.
അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ, ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ അമ്മേ, ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ. തമസോ മാ ജ്യോതിർഗമയ. മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.